സർ എന്താണ് വേണ്ടത്? മസാല ദോശ. സർ മസാല ദോശ അത്രയ്ക്ക് ഇഷ്ടമാണോ? തിരുവനന്തപുരത്തെ ഫുഡ് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി മാത്രമാണ് എനിക്ക് ഈ സമയമില്ലാത്ത സമയത്ത് അണ്ണനെ എയർപോർട്ടിൽ കൊണ്ടുവിടാൻ വേണ്ടിട്ട് ഞാൻ വന്നത്. കുഴപ്പമില്ലടാ, അണ്ണനെ വിട്ടിട്ട് നമുക്ക് കേറാല്ലോ എവിടാന്ന് വെച്ചാ. ആ അത് മതി. ഡിണ്ടിഗൽ തലപ്പാക്കെട്ട് ബിരിയാണി, ഇത് കൊള്ളാം കേട്ടോ. വെജ് ബിരിയാണി നോട്ട് അവൈലബിൾ. എന്താ പരിപാടി കാണിച്ചേ? സംസമ്മിലെ മസാല ശവായ, അവിടെ ഇത് കൊള്ളാം, കിടില സാധനം കേട്ടോ. ഇവിടെ എന്തുവാണ് നിന്റെ പ്രശ്നം സത്യത്തി? ചിക്കന്റെ സ്മെല് പറ്റത്തില്ല. അത് കൊള്ളാം. ബിസ്മിയിലെ നെല്ലി ബിരിയാണി, അത് കൊള്ളായിരിക്കും കേട്ടോ, കിടില സാധനമായിരിക്കും. പാവം പിടിച്ച ആട്. ഇവിടെ കാല നിനക്ക് പിന്നെ എന്തുവാടാ വേണ്ടത്? മസാല ദോശയോ? ഇതിപ്പോ നിന്റെ കൂടെ വന്നിട്ട് 4ാമത്തെ മസാല ദോശ തിന്നാൻ പോകുന്നത്. ചേട്ടൻ പേടിക്കണ്ട, ചേട്ടൻ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഞാൻ കൂടെ ഉണ്ട്. ചേട്ടന്റെ എല്ലാ കാര്യങ്ങളും ഞാൻ അക്സെപ്റ്റ് ചെയ്യും. ഞാൻ എല്ലാത്തിനും വില്ലിങ്ങാ ചേട്ടാ. എനിക്ക് ഇച്ചിരി വട്ടുണ്ടെങ്കിലോ? അയ്യോ എനിക്കുണ്ടല്ലോ ഇച്ചിരി. അത് കൊള്ളായിരുന്നു. സാർ എന്തായിരുന്നു വേണ്ടത്? ബർഗർ ഉണ്ടോ? ചിക്കൻ ബർഗർ, ബീഫ് ബർഗർ എല്ലാം ഉണ്ട്. വെജിറ്റബിൾ ബർഗർ ഉണ്ടോ? വെജിറ്റബിളും ഉണ്ട്. കണ്ടോ, വെജിറ്റബിൾ ബർഗർ ഉണ്ട്. എല്ലാ കാര്യത്തിനും സൊല്യൂഷൻ ഉണ്ട്. നമ്മൾ അങ്ങനെ നോക്കി അങ്ങ് പോയാൽ മതി. എന്നൊരു ബർഗർ എടുത്തു. ഓക്കെ, 2 വെജിറ്റബിൾ ബർഗർ അല്ലേ? ഓക്കെ, ഒരു 15 മിനിറ്റ്. അല്ല, അവിടെ നിന്ന് ബർഗറിന്റെ ബണ്ണിനകത്ത് മുട്ട വരുന്നുണ്ടോ? അതെ, ബണ്ണിനകത്ത് മുട്ട ഉപയോഗിക്കാറുണ്ട്. ഈ പൊങ്ങി വരണ്ടായോ? എന്നാ വേണ്ട വേണ്ട വേണ്ട, ബർഗർ വേണ്ട. ചേട്ടാ വെജിറ്റബിൾ റോൾ ഉണ്ടോ? ആ, വെജിറ്റബിൾ റോളുണ്ട്. ആ ഉണ്ടോ? ഈ വെജിറ്റബിൾ റോളിനകത്ത് മുട്ട അതിൽ ഈ മേളുവശമൊക്കെ ഒന്ന് ക്രിസ്പായിട്ടിരിക്കാൻ വേണ്ടി ഒന്ന് ചെറുതായിട്ട്. വേണ്ട 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 വേണ്ട, പറ്റത്തില്ല, വേണ്ട വേണ്ട. അത് വേണ്ട, പുല്ലൊന്നും തിന്നാനും സമ്മതിക്കത്തില്ല. ചേട്ടാ പിന്നെ ജ്യൂസ് ഉണ്ടോ? ജ്യൂസ് വൈഡ് വെറൈറ്റി ഉണ്ട്. ചേട്ടാ ഞാൻ പറഞ്ഞില്ലയോ, എല്ലാത്തിനും ഒരു സൊല്യൂഷൻ ഉണ്ടാവും. ജ്യൂസ് കുടിക്കാം നമുക്ക്. ജ്യൂസ് ഏതൊക്കെ ഉണ്ട്? എലിഫന്റ് ഷേക്ക് ഉണ്ട്, ലയൺ കിങ് സ്മൂത്തി ഉണ്ട്, സ്നേക്ക് വെണം ഉണ്ട്, അനോക്കൊണ്ട ഫുൾ ജാർ സോഡ ഉണ്ട്, പീകോക്ക് കോക്ടെയിൽ സ്പെഷ്യൽ. ആനിമൽസിന്റെ പേര് ജ്യൂസോ? എനിക്ക് വേണ്ട. അതും വേണ്ട? എന്റെ പൊന്ന് സാറേ, ഈ ഹോട്ടലിന്റെ പേര് തന്നെ ജുറാസിക് വേൾഡ് എന്നാ. എനിക്ക് വേണ്ട വേണ്ട. അപ്പൊ ഒന്നും വേണ്ട. നിങ്ങളൊരു കാര്യം ചെയ്യ്, നിങ്ങൾ തമ്മിൽ ഒരു ധാരണ എത്തിയിട്ട് എന്നെ വിളിച്ചാൽ മതി, ഞാൻ അവിടെ കാണും. അപ്പൊ വന്ന് ഓർഡർ എടുത്തോളാം, കേട്ടെ? എടുത്തന്നെ പോടാ, ഒന്നും വേണ്ട. ഇവിടുന്ന് വേണ്ട, നമുക്കൊന്നും വേണ്ട. ജുറാസിക് വേൾഡ് ഉണ്ടാക്കിട്ടെ. നാണം കെടുത്ത് എന്നെ അങ്ങ് നാണം കെടുത്തി. എന്ത് പറ്റി മോളെ? എന്താ പറ്റിയതോ? എന്നെ അങ്ങ് നാണം കെടുത്തി. നിങ്ങളെ കൊണ്ട് എങ്ങോട്ടും പോകാനും കൊള്ളത്തില്ല. മോളല്ലേ പറഞ്ഞ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ നിൽക്കാന്ന്? ഉണ്ട അഡ്ജസ്റ്റ് ചെയ്യാം, ഉണ്ട. ഉണ്ട്, വെച്ചായിരിക്കൂ. തന്റെ ഫയൽ ഞാൻ നോക്കിയായിരുന്നു. തനിക്ക് വിറ്റാമിന്റെ കുറവുണ്ട് കേട്ടോ. അപ്പം നമുക്ക് ടാബ്ലറ്റ് എഴുതാം. Omega-3 ഒരു ടാബ്ലറ്റ് എഴുതാം. Omega-3 എന്ന് പറയുമ്പോൾ ഞാൻ എവിടെ കേട്ടിട്ടുണ്ട്. Omega-3 എന്ന് പറയുന്ന മീൻ ഗുളിക കേട്ടോട്ടുണ്ടോ? ആ, അത് തന്നെ. പറ്റൂല. മീൻ ഗുളിക പറ്റത്തില്ല. എന്താ പറ്റത്തില്ല? ഇവിടെ Omega-3 കഴിച്ചില്ലേ തനിക്ക് പറ്റത്തില്ല. ഒട്ടും വിറ്റാമിൻ ഇല്ല ശരീരത്ത്. പറ്റൂല പറ്റൂല പറ്റൂല. നമുക്കൊരു കാര്യം ചെയ്യാം, ട്രിപ്പ് ഇടാം. ട്രിപ്പ് അത് കുഴപ്പമില്ല. ഈ ട്രിപ്പ് എന്ന് പറയുമ്പോൾ വെജ് ആണോ? വെജ് ട്രിപ്പോ? എന്തൊക്കെ ഉണ്ട് അടങ്ങിയേക്കുന്നത്? അതിൻ്റെ അത് അടങ്ങിയേക്കുന്ന കരയാമ്പു, തുളസി ഇല, സാമ്പാർ പൊടി, ഗ്രാമ്പു, കറുകപ്പട്ട, പിന്നെ ഉലുവയുണ്ട് അതിൻ്റെ അത് കുറച്ച്. അതുള്ള ഞാനിവിടെ ഉണ്ടാക്കുന്നത് ബിരിയാണി അല്ല, ട്രിപ്പ് ഇടാന്ന് പറഞ്ഞ മരുന്ന് കുത്തി തരാന്ന് പറഞ്ഞ. മരുന്നിൻ്റെ അകത്ത് അല്ല ഡോക്ടറെ, നമ്മുടെ ഈ ഏരിയ വല്ലേ ഈ വെജിറ്റേറിയൻ ഹോസ്പിറ്റൽ ഉണ്ടോ? വെജ് ഹോസ്പിറ്റൽ അപ്പുറത്തൊരു ഹോസ്പിറ്റലുണ്ട്, പച്ചവെള്ളം മാത്രം കുത്തി തരുന്നതിൻ്റെ ദേഹത്ത്. ചെല്ല്, ഇങ്ങോട്ടേ ഇല്ല. അല്ലടാ, എനിക്കൊരു ഡൗട്ട് ഉണ്ട്. നിന്നെ നിന്റെ വീട്ടുകാർ എങ്ങനെ സഹിക്കുന്നടാ? വീട്ടുകാർ പണ്ടേ പറഞ്ഞു വിട്ടാ വീട്ടിൽ നിന്ന്. എടാ നീ ഇത് എന്തോ വിചാരിച്ചോണ്ടാ ഇപ്പൊ തന്നെ നിന്റെ എത്ര കല്യാണം മുടങ്ങി? നീ ഇത് ശരിയാവത്തില്ല കേട്ടോ. എടാ മണ്ട, ഒരു പക്ക വെജിറ്റേറിയൻ പെണ്ണെ വേണം വരുന്നു, അത്രയല്ലേ ഉള്ളൂ. ഒരു സമൂഹം തന്നെ വെജിറ്റേറിയൻ ആണെങ്കിലോ? അത് ഏത് സമൂഹം? കുട്ടിക്ക് ചില ഇഷ്ടാനിഷ്ടങ്ങളുണ്ടേ, അതുകൊണ്ടാണ് നാം ഈ കല്യാണത്തിന് സമ്മതിച്ചത് പോലും. ഞങ്ങളും അതുകൊണ്ടൊക്കെ തന്നെ. ആ അഡ്രസ് കാണുന്നത് നൂറനാടാണല്ലോ. ആ മട്ടൻ കിട്ടുന്ന കടയുടെ അവിടെങ്ങാണോ വീട്? ഇങ്ങനെ ഇപ്പൊ മട്ടന്റെ കേസ് എടുത്തിട്ട് അവിടെ അമ്പലം ഉണ്ടല്ലോ.
പിന്നെ പൂജ മൊട്ടം വെച്ചില്ലേ ഇല്ലേ? എടാ അവിടെ അമ്പലങ്ങൾ ഉണ്ടല്ലോ, അപ്പൊ അവിടെ പൂജയെ വന്നപ്പോ വല്ലതും കണ്ടതായിരിക്കും. ഓ എന്നാ അങ്ങനെ പറഞ്ഞു. എന്താ കൂട്ടുകാരനുമായിട്ട് ഒരു കുശുപ്പ്? ഓ കല്യാണം കഴിഞ്ഞേ ഇവിടെ മൊത്തത്തിൽ അങ്ങ് കൂടാന്ന് വിചാരിക്കുമെന്ന് പറയുമായിരുന്നേ. അത് തന്നെയാണ് നമ്മുടെ ആഗ്രഹവും. നിന്റെ ബുദ്ധി വിമാനം കേട്ടോ. പൊളിക്ക് മോളെ അതിങ്ങ് കൊണ്ടുപോവാ. മോന് വേണ്ടി നാം സ്പെഷ്യലായിട്ട് വരുത്തിച്ചതാ. ഓ ഏതോ വലിയ കോവില്ലേ, നീ കോളടിച്ച് ഭാഗ്യം കേട്ടോ നിന്റെ. എന്റെ കൊച്ചെനിക്ക് ആദ്യമായിട്ട് തന്നാ, ഞാൻ കുടിക്കട്ടെ. മോളെ പീസ് ഒന്നും ഇല്ലായിരുന്നോ? ഇല്ലില്ല, പീസില്ലായിരുന്നു. പനീർ വെച്ചുണ്ടാക്കിയല്ലേ? പനീർ കുരുമുളകൊക്കെ ഉണ്ട്. ഇതെന്തോ ഐറ്റം? ഇതെങ്ങനെ ഉണ്ടാക്കിയേ? എന്തൊക്കെ ഇട്ടിനകത്ത്? കൊള്ളാം. തൂപ്പല്ല മട്ടൻ സൂപ്പ്. കൂട്ടുകാരൻ കണ്ടുപിടിച്ചു കേട്ടോ. നോട്ടി ബോയ്. ചേട്ടന്റെ വലിച്ചുള്ള കുടി കണ്ടില്ലേ അച്ഛാ? ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ നമുക്ക് വെച്ച് കൂട്ടരാന്ന്. അല്ല നിങ്ങൾ നോൺ വെജ് ഇരിക്കുവോ? ഞാൻ വന്നപ്പോഴേ പറഞ്ഞത് നിങ്ങൾക്ക് ഓർമ്മയില്ലേ? ഇഷ്ടാനിഷ്ടങ്ങളുണ്ടേ, അതുകൊണ്ടാണ് നാം ഈ കല്യാണത്തിന് സമ്മതിച്ചത് പോലും. എനിക്ക് നോൺ വെജ് ഇല്ലാതെ ആഹാരം കൊണ്ട് ഇറങ്ങത്തില്ലേ, അതുകൊണ്ടാണ് അച്ഛൻ തിരുമേനി പുറത്തുനിന്നൊരു കല്യാണം ആലോചിച്ചത്. ആ ബെസ്റ്റ്. അതാവുമ്പം എല്ലാം കഴിക്കുന്ന ആളായിരിക്കുമല്ലോ. അല്ല മോൻ എന്തുവാ ഛർദിക്കാൻ പോയേ? അയ്യോ ചേട്ടന്റെ ഗർഭം. ഇങ്ങനെയാണെങ്കിൽ ഞാൻ ഈ ചെറുക്കനെ കെട്ടത്തില്ല കേട്ടോ. അല്ലെങ്കിൽ ഞാനിപ്പോ നിന്നെ കെട്ടാടി. മട്ടന്റെ പീസ്. അപ്പൊ മനഃപൂർവ്വം എന്നെ ഇവിടുന്ന് പറഞ്ഞു വിടുവാണല്ലേ? എടാ നിനക്ക് പിന്നെ അവിടെ അല്ലേ ജോലി കിട്ടിയേ. ഇതിപ്പോ ഒരു നിമിത്തമായിട്ട് നീ കണക്കാക്ക്. നീ ഇപ്പൊ അവിടെ ചെല്ലുമ്പോൾ നിനക്ക് ഇവിടെ വെച്ച് ചെയ്യാൻ പറ്റാത്ത പല കാര്യങ്ങളും നീ അവിടെ വെച്ച് ചെയ്യുമ്പോൾ നീ അതുമായിട്ടൊക്കെ സിങ്ക് ആവും. എന്റെ മനസ്സ് പറയുന്നു നീ പോയിട്ട് വരുമ്പോ നല്ലൊരു മനുഷ്യനായിട്ട് വരും. പോയി നല്ലൊരു മനുഷ്യനായിട്ട് വാടാ. നിങ്ങളെല്ലാരും എന്നെ കുറ്റപ്പെടുത്തുമല്ലേ? നിങ്ങൾക്ക് വേണ്ടി ഞാൻ പോയിട്ട് വരാം. മാറാൻ പറ്റുമെന്ന് അറിയത്തില്ല, എന്നാലും ട്രൈ ഔട്ട് ചെയ്യാം. ഇപ്പോൾ കിട്ടിയ പ്രധാന വാർത്ത, കൊച്ചിയിൽ നിന്നും സൗദിയിലേക്ക് പോയ ബോയിങ് 512 വിമാനം എഞ്ചിൻ ഫെയിലിയറിനെ തുടർന്ന് ദൊറോത്തി കാട്ടിൽ ഇടിച്ചിറക്കി. 500 കിലോമീറ്ററോളം ഒട്ടും ജനവാസ മേഖല അല്ലാത്ത ഈ കാട്ടിൽ രക്ഷാപ്രവർത്തനം അതികഠിനമാണ്. ഫ്ലൈറ്റിലുള്ള 512 പേരും മരിച്ചതായാണ് റിപ്പോർട്ട് വന്നിരിക്കുന്നത്. കൊച്ചിയിൽ നിന്നും സൗദിയിലേക്ക് പുറപ്പെട്ട ബോയിങ് വിമാനം ക്രാഷ് ആയിട്ട് ഇന്നേക്ക് 6 മാസം തികയുന്നു. യാത്ര ചെയ്ത 512 പേരും മരിച്ചു എന്നാണ് എയർലൈൻസിന്റെ സ്ഥിരീകരണം. നമസ്കാരം. ഇന്ത്യയിൽ നിന്ന് ദൊറോത്തിക്കാട്ടിലേക്ക് വിനോദസഞ്ചാരത്തിന് പോയ 15 അംഗത്തെ നരഭോജികൾ ആക്രമിച്ചു. രക്ഷപ്പെട്ട ആളുടെ ക്യാമറയിൽ നിന്നും നരഭോജികളുടെ ചിത്രങ്ങൾ ലഭിച്ചിട്ടുണ്ട്. നമ്മുടെ 28 ചാനലിൽ എക്സ്ക്ലൂസീവായിട്ട് അത് കാണിക്കാൻ പോവുകയാണ്. വിജീഷേ